വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള 3 വെറൈറ്റി ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തണ്ണിമത്തനാണ്. നമ്മുടെ നാട്ടിൽ വത്തയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ആദ്യത്തെ നമ്മളുടെ ഡ്രിങ്ക് ഒരു കസ്റ്റേർഡ് വാട്ടർമെലൺ ഡ്രിങ്കാണ്. ഇത് നല്ല കൂളിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പാല് 250 ml ഉണ്ട്, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വലിയ കപ്പ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു 1/4 കപ്പ് തണുത്ത പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. കസ്റ്റേർഡ് പൗഡർ ഞാൻ നന്നായിട്ട് കുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കിയ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് വെനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇത് ഏകദേശം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ടൈറ്റായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് കുറുകിയാലും മതി. കാരണം ഇത് നമ്മൾ ഡ്രിങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വത്തക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു വലിയ വത്തക്കേൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. 3 ഡ്രിങ്കും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു വലിയ കപ്പിൽ ഞാൻ വത്തക്കയുടെ പീസസ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞിട്ടുള്ള പീസാണ്. നമുക്കിതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കേണ്ട, ഇതുപോലെ ഉടച്ചാൽ മതി. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഗ്ലാസിൻ്റെ പകുതി മുക്കാലോളം ഇടുന്നുണ്ട്. വത്തക്കയിൽ നിന്നുള്ള ആ ജ്യൂസും കൂടെ നമുക്കിതിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല ഐസ്ക്രീം ഫ്ലേവറുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കുറച്ച് അനാറ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു വാട്ടർമെലൺ ലെമൺ മിൻറ്റ് കൂളറാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഈ വാട്ടർമെലൻ്റെ മേലെ നിന്ന് ഒരു 2-3 ബോൾ പോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മെഷറിംഗ് സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മസാലയിലൊക്കെ വരുന്ന ആ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കോരിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസ് വേണം. 1 ടീസ്പൂൺ കസ്കസ് ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ മതിയാവും. അപ്പം തന്നെ നിങ്ങൾക്ക് കുതിർന്ന് കിട്ടും. ഞാനിവിടെ ഒരു വലിയ ബൗൾ നിറച്ചും വത്തക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വത്തക്ക ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വത്തക്ക കുരുവോട് കൂടി തന്നെയാണ് ഞാൻ മിക്സിയിലേക്ക് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കിത് അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 പുതിനയുടെ ഇല ഇടുന്നുണ്ട്. ഇത് അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ കുത്തലാവും. നിങ്ങൾക്ക് ഇനി പുതിന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് നാരങ്ങ വേണം. ഇപ്പം ഞാൻ ചെറിയൊരു നാരങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ആ ഒരു നാരങ്ങ മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് 2 കപ്പിനുള്ള അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ നാരങ്ങയാണെങ്കിൽ പകുതി ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്കൊരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സി ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലുള്ള കുരുവും ബാക്കി ചണ്ടിയൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഇതിൽ മധുരം ഒന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന്. ഇതിൽ നമ്മൾ മധുരമായിട്ട് നന്നാരി സർബത്താണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നന്നാരി സർബത്താണ്. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വത്തക്ക നല്ല തണുത്തതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കണക്കാക്കിയിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 3/4 ഭാഗത്തോളം ഇപ്പം നമ്മൾ അടിച്ചു വെച്ച് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കസ്കസ് കുതിർത്തത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വത്തക്കയാണ്. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് വത്തക്ക മുറിച്ചിട്ടാൽ മാത്രം മതി. നമുക്കൊരു ലെമണിൻ്റെ പീസും മിൻറ്റും വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു നാടൻ ഡ്രിങ്കാണ്. നമ്മൾ വത്തക്കനെ കൊണ്ട് ഒരു അവിൽ മിൽക്കാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ പാലിലല്ല, തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യുന്നത്. ഒരു പകുതി മുറി തേങ്ങ ചിരകിയതിലേക്ക് ഞാനൊരു ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം.
തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങളെ കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ ഡയറക്റ്റായി തേങ്ങയിലേക്ക് ചേർത്തതാണ്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിൽ നിന്ന് ഒന്നാം പാൽ വേർതിരിച്ചെടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇതിപ്പോൾ അവിലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മധുരം കൂടുതൽ വേണ്ടി വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലൊരു നുള്ള് ഉപ്പും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അസംബിൾ ചെയ്യാം. ഞാനിപ്പം ഗ്ലാസിൻ്റെ പകുതിയോളം വത്തക്കയുടെ കുരു കളഞ്ഞ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് സ്പൂണ് വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഉടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിൽ അവിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇപ്പം വെളുത്ത അവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം. ഇതിപ്പോൾ ഞാൻ മട്ട അവിലാണ് ഇടുന്നത്. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവിൽ കുതിർന്നു പോവും. നിങ്ങൾക്കിത് തണുപ്പിച്ച് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കടിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്